നിരന്തരമായി കേരളത്തെ വിമർശിക്കുന്ന സംഘപരിവാരങ്ങൾ ഇത് കാണുക. നിങ്ങൾ പലപ്പോഴും പുളകം കൊള്ളുന്ന യു.പിയിൽ ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോഴാണ് ഇങ്ങ് കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിച്ചേർന്ന സ്ത്രീ ഭക്തർക്ക് മുസ്ലിം ക്രിസ്ത്യൻ പള്ളികൾ തണലായത്. കത്തിയുയരുന്ന ചൂടിലും ഭക്തജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നൽകി സാമുദായിക സാഹോദര്യത്തിന്റെയും മാനുഷികതയുടെയും നനവോടെ ചേർത്തുപിടിക്കുകയാണ് കേരളത്തിലെ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ. ഒരിടത്ത് ഭരണകൂടം തന്നെ ഭൂരിപക്ഷത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പള്ളികൾ ടാർപോളിൻ കൊണ്ട് മറക്കുമ്പോൾ മറ്റൊരിടത്ത് ജനങ്ങൾ തന്നെ സഹോദര സമുദായത്തിന്റെ ആഘോഷങ്ങളെ ചേർത്ത് പിടിക്കുന്നു. ഇത് കേരളമാണ് സർ എന്ന് വീണ്ടും വീണ്ടും അഭിമാനത്തോടെ പറയാം. സംഘപരിവാര അണികൾക്കും നേതാക്കൾക്കും അപരസ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഇത്തരം കേരള മാതൃകകൾ ഉൾക്കൊള്ളാൻ ഇനിയും അനേകം ജന്മം മതിയാകാതെ വരും. ഹോളി ദിവസം മുസ്ലിങ്ങൾ ഹിജാബിനു പകരം ടാർപോളിൻ ഷീറ്റ് ധരിച്ചാൽ മതിയെന്ന BJP നേതാവ് രഘുരാജ് സിംഗിനോടും ഈ ചാനലിലെ കേരളത്തെക്കുറിച്ചുള്ള വീഡിയോകൾക്ക് താഴെ വരുന്ന വിഷം തുപ്പുന്ന വർഗീയ കമന്റുകൾ ഇടുന്നവരോടും ഒന്നേ പറയാനുള്ളൂ, ഇത് കേരളമാണ്. അനേകം വർഷങ്ങളുടെ നവോത്ഥാന പ്രവർത്തനത്തിലൂടെയും വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെയും രാഷ്ട്രീയ അവബോധത്തിലൂടെയും നിർമ്മിച്ചെടുത്ത സാഹോദര്യത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും കേരള മോഡലിനെ സംഘപരിവാറിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധ്യമല്ല.